ഹലോ ഗൈസ്, നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മിസ്റ്റ് ലാൻഡ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോയിരുന്ന വിശേഷങ്ങളായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ജിസാൻ അഗ്രികൾച്ചറൽ പാർക്കിലോട്ടാണ്. അവിടെയാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം. ഇവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നത് തന്നെ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇത്. അവിടെ ചെന്ന് നമ്മൾ ലഗേജൊക്കെ റൂമിലോട്ട് വെച്ച് പുറത്തിറങ്ങുന്നത് രാത്രി ആയപ്പോഴാണ്. നമ്മൾ പൂളിലെത്തപ്പോൾ ഒത്തിരി വൈകിയിരുന്നു കേട്ടോ. അവിടെയുള്ളവരെല്ലാം തന്നെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂളിലോട്ട് ഇറങ്ങുന്നത് തന്നെ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. നല്ല രാത്രി ആയത് കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ രണ്ടുപേരും വെള്ളത്തിൽ ചാടലും മറിയലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ച് രസിക്കുകയായിരുന്നു. ഒരുപാട് നേരം പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പൂളിൽ നിന്നും കയറുന്നത് തന്നെ. അതാണ് രാവിലത്തെ കാഴ്ചയാണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കോട മഞ്ഞും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് എന്താ പറയുക, അടിപൊളി വൈബായിരുന്നു. ഞാനും റിച്ചുട്ടനും രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങി. പാർക്ക് ഉണ്ടെന്ന് കണ്ടത് റിച്ചിട്ടിന് റൈഡിലൊക്കെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ 1-2 റൈഡിലൊക്കെ കയറി അവിടെ കൂഞ്ഞാലിലും സ്ലൈഡിലൊക്കെ ഇരുന്ന് കളിച്ചതിന് ശേഷം റൂമിലോട്ട് തന്നെ തിരിച്ചു പോയിരുന്നു. റൂമിലെത്തി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി പതുക്കെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. രണ്ടുപേരും ആദ്യം തന്നെ റെഡിയായി ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മക്കളൊക്കെ അങ്ങനെ നടന്നു തുടങ്ങി പാർക്കിലോട്ടായിട്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സൈക്ലിംഗ് ചെയ്യാനായിരുന്നു. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിപ്ലൈൻ സൈക്ലിംഗ് തന്നെയായിരുന്നു. അതുകൊണ്ട് തലേന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു രാവിലെ വെയിലൊക്കെ വല്ലാതെ ഉദിക്കുന്നതിന് മുന്നേ തന്നെ സിപ്ലൈൻ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ വെയിൽ ചതിച്ചു ഗൈസ്. നല്ല അടിപൊളി വെയിലത്ത് വിയർത്ത് കുളിച്ചിട്ടാണ് ഞങ്ങൾ സിപ്ലൈൻ സൈക്ലിങ്ങിന് ഇറങ്ങിയത്. അങ്ങനെ ഒരു വശത്ത് പൊള്ളുന്ന വെയിലും മറുവശത്ത് പേടിച്ചിരിക്കുന്ന ഞാനുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരവസ്ഥ. സിപ്ലൈനിൽ ഫസ്റ്റ് ടൈം കയറുന്നത് കൊണ്ട് തന്നെ ഈ സിപ്ലൈൻ അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ ഞാൻ താഴെ വീഴുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുന്നത്. അത് കൂടാതെ താഴെയുള്ള ചിട്ടുങ്ങുകളാണെങ്കിലോ അമ്മയെ പോകല്ലേ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്ക് ഹൈറ്റ് കാണുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ സിപ്ലൈനിൽ കയറി സൈക്കിളൊക്കെ ചവിട്ടി അപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് ഈ ഒരു 2 റൗണ്ട് മാത്രമേ നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു ത്രില്ല് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത്. മാത്രമല്ല എനിക്ക് ഇത്രയും ധൈര്യമുണ്ടായിരുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു സമയത്തായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് പറയാം. സത്യം പറയാമോ, ഇനി അടുത്തത് ചേട്ടനായിരുന്നു. ചേട്ടൻ ധൈര്യത്തോടു കൂടി വന്ന കാരണം പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും തന്നെ സിപ്ലൈൻ സൈക്ലിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് എത്തി. നമ്മുടെ ലഗേജൊക്കെ വരിക്കൂട്ടിപ്പെറുക്കി വണ്ടിയിലിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇതായത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. സിപ്ലൈനായിരുന്നു കേട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.